നമസ്കാരം. കെ ശൈലജയെയും CPM പോളിറ്റ് ബ്യൂറോയിൽ എടുക്കില്ല. ഇതിനുള്ള കരുനീക്കങ്ങൾ മധുരയിൽ സജീവം. പ്രായപരിധി കർശനമാക്കിയാൽ CPM പോളിറ്റ് ബ്യൂറോയിൽ നിന്നും ഒഴിയേണ്ടി വരുന്ന വൃന്ദ കാരാട്ടിനും സുഭാഷിണി അലിക്കും പകരം 2 വനിതകളെ തന്നെ ഉൾപ്പെടുത്തും. അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി മറിയം ദാവളയെയും തമിഴ്നാട്ടിൽ നിന്നുള്ള മുതിർന്ന നേതാവ് യു വാസുകിയുമാണ് പരിഗണിക്കപ്പെടുന്ന പേരുകൾ. എന്നാൽ ശൈലജയെ പരിഗണിച്ചില്ല. 2 പേർ പുറത്തു പോകുന്നതിനാൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗം ശൈലജ PBയിലെത്തുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. കേരളത്തിന്റെ ഭാവി മുഖ്യമന്ത്രിയായി ശൈലജയെ ഉയർത്തിക്കാട്ടാനുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ചർച്ചകൾ. PBയിലെത്തുമ്പോൾ ശൈലജയും ഭാവി മുഖ്യമന്ത്രി സാധ്യതാ പട്ടികയിൽ വരും. അങ്ങനെ ജനവികാരം ഉയർത്തി ഹാട്രിക് വിജയത്തിന് പോലും CPMന് കഴിയുമെന്നും വിലയിരുത്തലുണ്ട്. എന്നാൽ ശൈലജയെ PBയിൽ എടുക്കേണ്ടെന്നതാണ് കേരളത്തിലെ VIP നേതാക്കളുടെ തീരുമാനം. സീതാറാം യെച്ചൂരി അന്തരിച്ചതിനെ തുടർന്നുള്ള ഒഴിവ് നികത്തിയിട്ടില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രകാശ് കാരാട്ട്, സൂര്യകാന്ത് മിശ്ര, മാണിക് സർക്കാർ, G രാമകൃഷ്ണൻ എന്നിവരാണ് PBയിലെ പ്രായപരിധി കഴിഞ്ഞ പോളിറ്റ് ബ്യൂറോയിലെ മറ്റംഗങ്ങൾ. പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ PB അംഗങ്ങളായിരിക്കണമെന്നതാണ് CPM നയം. അതുകൊണ്ട് പിണറായി തുടരും. നിലവിൽ പാർട്ടി അംഗങ്ങളിൽ 2 സംസ്ഥാനമുള്ള തമിഴ്നാടിന് G രാമകൃഷ്ണൻ ഒഴിയുന്നതോടെ PB പ്രാതിനിധ്യം ഇല്ലാതാകും. ആ പരിഗണനയും വാസുകിക്ക് അനുകൂലമാക്കാനാണ് നീക്കം. PB അംഗം അശോക് ദാവളയുടെ ഭാര്യയാണ് മഹാരാഷ്ട്രയിൽ നിന്നുള്ള നേതാവായ മറിയം ദാവളെ. മറിയം PB അംഗമായാൽ പ്രകാശ് കാരാട്ടിനും വൃന്ദയ്ക്ക് ശേഷം പാർട്ടി ഉപരിഘടകത്തിലെത്തുന്ന ദമ്പതിമാരെന്ന വിശേഷണവും ഇവർക്ക് കിട്ടും. വനിതകളിൽ PBയിലേക്ക് പരിഗണിക്കുന്ന മറ്റൊരു പേര് ആന്ധ്രയിൽ നിന്നുള്ള ഹേമലതയുടേതാണ്. കേരളത്തിൽ മാത്രമാണ് CPMന് ഭരണമുള്ളത്. ഇവിടെ നിന്നുള്ള വനിതയെ പരിഗണിക്കാതെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ PBയിലേക്ക് കൊണ്ടുവരുന്നത് ശൈലജയെ വെട്ടാൻ വേണ്ടി മാത്രമാണ്. പോളിറ്റ് ബ്യൂറോയിൽ കേരളത്തിൽ നിന്നും ഒഴിവുകളൊന്നുമില്ല. കോടിയേരി ബാലകൃഷ്ണന്റെ ഒഴിവിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 4 PB അംഗങ്ങളാണ് കേരളത്തിൽ നിന്നുള്ളത്. ബംഗാളിൽ നിന്ന് 5 പേരും. ഇതിൽ സൂര്യകാന്ത് മിശ്ര പ്രായപരിധിയിൽ ഒഴിവാകും. ബംഗാളിൽ CPM അപ്രസക്തമാണ്. അതുകൊണ്ട് തന്നെ ഭരണമുള്ള ഏക സംസ്ഥാനം എന്ന നിലയിൽ ഈ ഒഴിവ് കേരളത്തിന് കിട്ടിയേക്കും. മുതിർന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായ EP ജയരാജനാകും പരിഗണന. പിന്നോക്ക വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെയാണ് ഉൾപ്പെടുത്തുക എങ്കിൽ K രാധാകൃഷ്ണനെ പരിഗണിച്ചേക്കും. ഒടുവിൽ മന്ത്രി മുഹമ്മദ് റിയാസ് PBയിലെത്തുമെന്ന് കരുതുന്നവരുമുണ്ട്. കെ ശൈലജയ്ക്ക് സാധ്യത തീരെയില്ല. കൊല്ലം സംസ്ഥാന സമ്മേളനത്തിലാണ് ശൈലജ സംസ്ഥാന സെക്രട്ടേറിയറ്റിലെത്തിയത്. സംസ്ഥാന ഘടകത്തിന്റെ പ്രത്യേക ചുമതല വഹിക്കുന്ന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെ PBയിലേക്ക് ഉൾപ്പെടുത്തുന്ന രീതിയില്ല. പ്രായപരിധിയിൽ മാറേണ്ടി വരുന്ന AK ബാലൻ, PK ശ്രീമതി എന്നിവരുടേതുൾപ്പെടെ കേന്ദ്ര കമ്മിറ്റിയിൽ നിലവിൽ 3 ഒഴിവുകളാണ് കേരളത്തിൽ നിന്നുണ്ടാകുക. LDF കൺവീനർ TP രാമകൃഷ്ണൻ കേന്ദ്ര കമ്മിറ്റിയിലെത്താൻ സാധ്യതയേറെയാണ്. PK ശ്രീമതിക്ക് പകരം മേഴ്സിക്കുട്ടിയമ്മ, TN സീമ എന്നിവരിൽ ഒരാളെ പരിഗണിച്ചേക്കും. കൂടുതൽ സാധ്യത TN സീമയ്ക്കാണെന്നും സൂചനകളുണ്ട്. VN വാസവൻ, PM മുഹമ്മദ് റിയാസ്, PK ബിജു എന്നിവരെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പരിഗണിക്കും. AK ബാലൻ ഒഴിയുന്ന സാഹചര്യത്തിൽ പിന്നോക്ക വിഭാഗം, പാലക്കാട് ജില്ലാ പ്രാതിനിധ്യം എന്നിവ PK ബിജുവിന് അനുകൂലമാകും. പക്ഷേ അവിടെയും മുഹമ്മദ് റിയാസ് ഫാക്ടർ കാര്യങ്ങളെ മാറ്റിമറിച്ചേക്കും. കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുമ്പോൾ തന്നെ പോളിറ്റ് ബ്യൂറോയിൽ എത്തുന്ന നേതാവായി റിയാസ് മാറുമോ എന്നതാണ് അറിയേണ്ടത്. അങ്ങനെയെങ്കിൽ ഭാര്യ പിതാവായ പിണറായിക്കൊപ്പം മരുമകനായ റിയാസും PBയിലെത്തും. മറിയം ദാവളയെ PB അംഗമാക്കുമ്പോൾ ദമ്പതികൾ PBയിലെത്തുന്നത് പോലൊരു അപൂർവതയായി അതും മാറും. റിയാസ് PBയിലെത്തിയാൽ അമ്മയച്ചനും മരുമകനും ആദ്യമായി CPM PBയിലെത്തിയെന്ന അപൂർവതയായി അത് മാറിയേക്കും.